എന്റെ മോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞ പെരുന്നാക്ക്, എന്റെ മോള് ചെറിയ കുട്ടിയാണ്, LKG പഠിക്കുന്ന കുട്ടി. ഉപ്പ ഈ എന്താ പറയാ മൈലാഞ്ചിക്കൂട് എന്നല്ലേ, ട്യൂബ് കിട്ടുന്ന ട്യൂബ് കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു മോളെന്താ ട്യൂബ് എന്തിനാ, ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടല്ലോ. അല്ല ആ ട്യൂബല്ല, മൈലാഞ്ചി ട്യൂബാണ്. അത് തൽക്കാലം ഞാൻ കൊണ്ടുവരില്ല. അത് എന്നില്ലത് പ്രതീക്ഷിക്കേണ്ടതില്ല. നിനക്ക് നല്ല രണ്ട് നല്ല മിഠായി കൊണ്ടുവരാം, കഴിക്കാൻ പറ്റിയ മിഠായി. പെരുന്നാളല്ലേ, സന്തോഷത്തിന്റെ ഒരു മധുരം, അത് കൊണ്ടുവരാം. പിന്നെ നിന്നെ മുടിക്കൂടെ കൊളുത്താൻ പറ്റിയ നല്ല 2 ക്ലിപ്പും കൊണ്ടുവരാം, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട്. ഇത് ഞാൻ കൊണ്ടുവരാം. അത് എന്റെ വക്കത്ത് പ്രതീക്ഷിക്കും വേണ്ട. അതെന്താ ഉപ്പ മൈലാഞ്ചിട്ട് എന്താ കുഴപ്പം? അല്ല, അത് നിനക്കിടാൻ പാടില്ല. വിവാഹിതരല്ലാത്ത പെൺകുട്ടികൾ മൈലാഞ്ചിടുന്നത് കറാഹത്താണ്. വയുന്തബുലിൽ മുതസവ്വിജ വയുക്റഹുൽ ഖലിയ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു. വിവാഹിതർക്ക് അത് സുന്നത്താണ്, അവിവാഹിതരായ പെണ്ണുങ്ങൾക്ക് മൈലാഞ്ചി കറാഹത്താണ്. പുരുഷന്മാർക്ക് തീരെ പാടില്ല. അങ്ങനെ മൈലാഞ്ചിട്ടിട്ട് ഏതെങ്കിലും ചെറുപ്പക്കാർ ഒരുങ്ങാൻ അറിയാത്തവർ പറഞ്ഞു കൊടുക്കണോ, സുഹൃത്ത് എങ്ങനെയൊന്നല്ല ഒരുങ്ങേണ്ടത്. നീ കല്യാണത്തിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാണ്, നിക്കാഹിന്റെ മുമ്പ് അതൊക്കെ നിസ്കരിച്ചു. എന്നിട്ട് നല്ല തുണിയും കുപ്പായൊക്കെ ധരിച്ച് സുന്നത്താര് കുളിച്ച് അത്രയൊക്കെ പൂശി കളയേണ്ട കുറച്ച് രോമങ്ങളൊക്കെ ഉണ്ട് ശരീരത്തിൽ, അതൊക്കെ കളഞ്ഞ് വൃത്തിയായി, അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി റെഡിയാക്കിയിട്ട് അങ്ങനെ നല്ല ഭംഗിയായി നല്ല രൂപത്തിൽ ഒരു